നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് സാഗർ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ഇന്നലെ കോസ്റ്റ് അക്കൗണ്ടൻസിൻ്റെ ഒരു കൗൺസിൽ മെമ്പറിൻ്റെ ഒരു ട്വീറ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ ഒരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു ആ ട്വീറ്റിൽ പറഞ്ഞിരിക്കുന്നത് ഡിസംബറിൽ നടക്കാൻ പോകുന്ന നമ്മുടെ എക്സാം എന്ന് പറയുന്നത് 100% ഓൺലൈൻ ആയിരിക്കും എന്നാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആ നോട്ടിഫിക്കേഷനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, കൂടാതെ നമ്മുടെ ഹയർ ഒഫീഷ്യൽസ്, അതുപോലെ തന്നെ കൗൺസിൽ മെമ്പേഴ്സ്, ക്വാളിഫൈഡ് ആയിട്ടുള്ള കോസ്റ്റ് അക്കൗണ്ടൻസ്, അതുപോലെ ഉള്ള ആൾക്കാർ ഇപ്പോൾ ഒരുപാട് ട്വീറ്റുകൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ എക്സാം എങ്ങനെയായിരിക്കും, അതുപോലെ എന്തായിരിക്കും അതിൻ്റെ സാധ്യതകൾ, അതുപോലുള്ള കുറച്ച് കാര്യങ്ങൾ, കൂടാതെ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കുറേ സംശയങ്ങൾ. നിങ്ങളുടെ മാത്രമല്ല, എൻ്റെയും മനസ്സിൽ. എനിക്ക് ഇന്നലെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം നമ്മുടെ ഒരുപാട് കൂട്ടുകാർ മെസ്സേജ് അയച്ചു. അപ്പോൾ പല സോഴ്സുകളിൽ നിന്നും ആ മെസ്സേജസിനൊക്കെ ഉള്ള റിപ്ലൈ ആയിട്ടാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് അവസാനം വരെയും കാണുക, നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആ നോട്ടിഫിക്കേഷനെ പറ്റി സംസാരിക്കാം. ആ നോട്ടിഫിക്കേഷൻ ഒഫീഷ്യൽ ആണോ എന്ന് ചോദിച്ചാൽ ഒഫീഷ്യലാണ്. കാരണം പത്മനാഭൻ സാർ നമ്മുടെ കൗൺസിൽ മെമ്പറാണ്. സാറിന് ഫേക്ക് ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ മുമ്പോട്ട് കൊണ്ടുവരേണ്ട കാര്യമില്ല. പക്ഷേ അത് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒഫീഷ്യൽ വെബ്സൈറ്റിലില്ല. ചിലപ്പോൾ നവരാത്രി ആയിരിക്കും, നവരാത്രി ഹോളിഡേ അല്ലേ, അതുകൊണ്ടായിരിക്കും അത് കുറച്ച് ദിവസത്തേക്ക് ലാഗ് ചെയ്യുന്നത്. എന്തായാലും നാളെയോ മറ്റന്നാളോ അല്ലെങ്കിൽ ഇന്നോ തന്നെ ആ നോട്ടിഫിക്കേഷൻ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വരും, അത് ഉറപ്പാണ്. ഇനി ബാക്കിയുള്ള ഡീറ്റെയിൽസ്, എങ്ങനെയായിരിക്കും ഈ ഓൺലൈൻ എക്സാം നടത്താൻ പോകുന്നത്? ആ നോട്ടിഫിക്കേഷനകത്ത് പറഞ്ഞിട്ടുണ്ട് ഓൺലൈൻ എക്സാം എന്തായാലും നടത്തും, ഡിസംബറിൽ തന്നെ നടത്തും. കാരണം നമ്മുടെ ജൂണിലെ എക്സാം പല പ്രാവശ്യം 3-4 വട്ടം പോസ്റ്റ്പോൺ ചെയ്തിട്ടാണ് ഡിസംബറിലേക്ക് മെർജ് ചെയ്തത്. ഇനി ഈ ഓൺലൈൻ എക്സാം ഡിസംബറിൽ നടത്താൻ പോണ ഈ ഓൺലൈൻ എക്സാം ഇന്റർമീഡിയറ്റ് സ്റ്റുഡൻസിനും അതുപോലെ ഫൈനൽ സ്റ്റുഡൻസിനും ഒരുമിച്ചായിരിക്കും നടത്തുന്നത്. അത് അതിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി രണ്ട് രീതിയിൽ നമുക്ക് ഈ ഓൺലൈൻ എക്സാം എഴുതാം. ഒന്നെന്ന് പറയുന്നത് ഹോം ബേസ്ഡ് എക്സാം ആണ്, രണ്ടെന്ന് പറയുന്നത് സെന്റർ ബേസ്ഡ് എക്സാം ആണ്. നമ്മുടെ മുമ്പത്തെ പല വീഡിയോയിലും ഏതൊക്കെയോ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് മെസ്സേജ് അയച്ച പിള്ളേരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതായിരുന്നു നടക്കാൻ പ്രോബിലിറ്റി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ രണ്ട് കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് ഹോം ബേസ്ഡ് എക്സാം, അതവിടെ നിൽക്കട്ടെ, അതിനെപ്പറ്റി നമുക്ക് പിന്നെ സംസാരിക്കാം. സെന്റർ ബേസ്ഡ് എക്സാം എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഏതെങ്കിലും ഒരു സെൻറ്റർ കാണും, മിക്കവാറും അത് ഏതെങ്കിലും കോളേജസ്, നല്ല ഏതെങ്കിലും എഞ്ചിനീയറിംഗ് കോളേജസ്, അതുപോലെ കമ്പ്യൂട്ടർ ഫെസിലിറ്റീസ് ഒക്കെ ഉള്ള നല്ല ഏതെങ്കിലും കോളേജസിൽ അവർ ഫുൾ ഇന്റർനെറ്റ് കണക്ഷനും അതിന് വേണ്ടിയുള്ള റിക്വയർമെന്റ്സ് എല്ലാം ചെയ്തിട്ടുണ്ട്. നമ്മൾ ചെല്ലുക, എക്സാമിനേഷൻസ് അപ്പിയർ ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ. ഇനി ഹോം ബേസ്ഡ് എക്സാം ആണെങ്കിൽ, ഫൗണ്ടേഷൻ എക്സാം നടത്തിയത് ഹോം ബേസ്ഡ് എക്സാം ആയിരുന്നു. കംപ്ലീറ്റ്ലി ഹോം ബേസ്ഡ് എക്സാം ആയിരുന്നു. അവിടെ നമുക്ക് മൊബൈൽ ഫോണോ ലാപ്ടോപ്പോ ഇനി അല്ല ഡെസ്ക്ടോപ്പോ ഏത് കമ്പ്യൂട്ടേഴ്സ് ആണെങ്കിലും നമുക്കത് യൂസ് ചെയ്യാം. ഈവൻ നമ്മുടെ സ്മാർട്ട് ഫോൺ വരെ യൂസ് ചെയ്യാമായിരുന്നു. ആ രീതിയിലാണ് ഫൗണ്ടേഷൻ എക്സാം നടത്തിയിരുന്നത്. ഫൗണ്ടേഷൻ എക്സാം 100% MCQ ആയിരുന്നു. എല്ലാം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതിങ്ങനെ പറ്റുന്നത് നമ്മുടെ കോസ്റ്റ് അക്കൗണ്ടൻസിയും അതുപോലെ നമ്മുടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് അതുപോലുള്ള പേപ്പേഴ്സൊക്കെ ഫൗണ്ടേഷൻ എങ്ങനെയാണ് അവർ ഓൺലൈനിൽ നടത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ കോസ്റ്റ് അക്കൗണ്ട്സിൽ കോസ്റ്റ് ഷീറ്റ് ഉണ്ട്. ഒരു ക്വസ്റ്റ്യൻ വന്നിട്ട് നമ്മളോട് കോസ്റ്റ് ഷീറ്റ് വരയ്ക്കാനായിരിക്കും പറയുന്നത്. ഈ ഫൗണ്ടേഷൻ എക്സാമിന് ചോദിച്ചാൽ എങ്ങനെയാണെന്ന് അറിയാമോ? ആ കോസ്റ്റ് ഷീറ്റിലുള്ള ഏതെങ്കിലും ഒരു വേരിയബിൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആൻസറോ എന്തെങ്കിലും ഒരു സാധനം മിസ് ചെയ്തിരിക്കും, ഏതെങ്കിലും ഒരു നമ്പർ. ആ നമ്പർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അവിടെ കറക്റ്റായിട്ട് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക, MCQ ആയിട്ട് ടിക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെയായിരുന്നു പ്രോബ്ലം പേപ്പേഴ്സ് അവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതുപോലെ ആക്കാനാണ് സാധ്യത. ഫൗണ്ടേഷൻ എക്സാം നടത്തിയതിൻ്റെ ചെറിയ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടായിരിക്കും നമ്മുടെ എക്സാം നടത്താൻ പോണത്. പക്ഷേ നമ്മുടെ ടാക്സും GSTയും അതുപോലെ കോസ്റ്റ് അക്കൗണ്ടൻസിയും FM OM ഒക്കെ എങ്ങനെ എഴുതുമെന്ന് എനിക്കൊരു പിടിയില്ല. എന്തായാലും അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ വരും. ഈ ആഴ്ച അല്ലെങ്കിൽ 2-3 ദിവസത്തിനുള്ളിൽ തന്നെ വരുമെന്നാണ് നമ്മുടെ കൗൺസിൽ മെമ്പേഴ്സും ഹയർ ഒഫീഷ്യൽസും ഒക്കെ തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഇനി ഹോം ബേസ്ഡ് എക്സാം ആണെങ്കിൽ എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് ആണ് നമുക്ക് വേണ്ടത്? ഹോം ബേസ്ഡ് എക്സാം ആണെങ്കിൽ ഫൗണ്ടേഷൻ എക്സാമിന് ഞാൻ പറഞ്ഞതുപോലെ തന്നെ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാം, കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യാം. പക്ഷേ ഇവിടെ എനിക്ക് സ്മാർട്ട് ഫോൺ എത്രത്തോളം ഫീസിബിൾ ആണ്, സ്മാർട്ട് ഫോൺ യൂസ് ചെയ്ത് എക്സാം എഴുതുന്ന കാര്യം എനിക്ക് ഉറപ്പില്ല. അപ്പോൾ നമുക്ക് സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ട് മാറ്റി നിർത്താം. നമ്മൾ ചുമ്മാ അസംഷൻസ് ഒന്നും നോക്കിയിട്ട് കാര്യമില്ല, നമുക്ക് ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രം പറയാം. ഇനി PG ആണെങ്കിൽ ഫൗണ്ടേഷൻ എക്സാം എഴുതിയ സ്റ്റുഡൻസിൻ്റെ അടുത്ത് മെയിനായിട്ട് പറയുന്ന 2 റിക്വയർമെൻറ്റ്സ് ആണ്. ഒന്നെന്ന് പറയുന്നത് ഒരു ഫ്രണ്ട് ക്യാമറ, നിങ്ങളെ 100% ഫുൾ ടൈം മോണിറ്റർ ചെയ്യാൻ പറ്റുന്ന എപ്പോഴും ഓൺ ആയിരിക്കുന്ന ഒരു ക്യാമറ വേണം. കൂടാതെ സറൗണ്ടിങ്സിൻ്റെ സൗണ്ട് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മൈക്രോഫോണും വേണം. അത് കമ്പൽസറിയാണ്. ഇനി നമ്മുടെ ഈ എക്സാം നമ്മൾ വിചാരിക്കും ഹോം ബേസ്ഡ് എക്സാം ആണ്, കുഴപ്പമില്ല, അപ്പുറത്തെ സൈഡിൽ നമുക്ക് പരിചയമുള്ള ആരെങ്കിലും നിർത്തിയിട്ട് ആൻസർ പറയാം, അത് കേട്ട് എഴുതാം, എന്തെങ്കിലും കുടായ്പ കാണിക്കാമെന്ന് പറഞ്ഞാൽ ഒട്ടും നടക്കത്തില്ല. നമ്മൾ എക്സാം സെൻറ്ററിൽ കാണിക്കുന്നതിനേക്കാളും പക്കാ സ്ട്രിക്റ്റ് ആയിരിക്കും ഹോം ബേസ്ഡ് എക്സാം. കാരണം ഇതിനെ വാച്ച് ചെയ്യുന്നത് 2 പേരാണ്. 2 പേരെന്ന് പറഞ്ഞാൽ ഒന്ന് ഒരു ലൈവ് ആയിട്ടുള്ള ഒരു ഇൻവിജിലേറ്റർ, അത് എന്തായാലും കാണും. 20 സ്റ്റുഡൻസിന് ഒരു ആൾ വെച്ചിട്ട് ലൈവായിട്ട് നമ്മളെ മോണിറ്റർ ചെയ്യാൻ ഒരു ഇൻവിജിലേറ്റർ എന്തായാലും കാണും. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയറിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്.
നമുക്ക് ഒരിക്കലും കബളിപ്പിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മളിപ്പോൾ ക്യാമറയുടെ ഫ്രണ്ടിൽ ഇരിക്കുകയാണ്, ഞാൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ ജസ്റ്റ് ഒന്ന് മാറുകയാണെങ്കിൽ അവിടെ പ്രോപ്പറായിട്ട് അതിൻ്റെ ഫോട്ടോ ക്യാപ്ചർ ചെയ്യും, അതിനെ നമ്മൾ പ്രോപ്പറായിട്ട് ഇവാലുവേറ്റും ചെയ്യും. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും കാണിക്കുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ബുക്ക് എടുക്കുന്നതാണെന്ന് തോന്നിയാണ്, എൻ്റെ ഐ കോൺടാക്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുകയാണെങ്കിൽ പ്രോപ്പറായിട്ട് അവിടെ എഴുതി കാണിക്കും, നിങ്ങൾ എന്തൊക്കെയോ പരിപാടികളൊക്കെ കാണിക്കുന്നുണ്ട്, ഇത് നിങ്ങളുടെ വാർണിംഗ് ആണ്. അങ്ങനെ വാർണിംഗ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ലേ 20 പേർക്ക് ഒരു ഇൻവിജിലേറ്റർ, അയാളെ നമ്മളെ മാനുവലി മോണിറ്റർ ചെയ്യും. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പോഴേ എക്സാമിൽ നിന്ന് ഔട്ടാണ് നമ്മൾ, അപ്പോഴേ നമ്മുടെ എക്സാമിൻ്റെ റിസൾട്ട് അറിഞ്ഞു നമ്മൾ എക്സാമിൽ നിന്ന് ഔട്ടാണ്. അതുപോലെ നമ്മുടെ ക്യാമറ നമ്മളിങ്ങനെ കൈകൊണ്ട് പൊത്തി പിടിക്കുകയാണ്, അല്ലെങ്കിൽ ക്യാമറ മാറ്റുകയാണ്, സറൗണ്ടിങ്സിൽ എന്തെങ്കിലും സൗണ്ട് കേട്ടു, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ പരിപാടി അപ്പോൾ കഴിഞ്ഞു. നമുക്ക് എക്സാമിന് യൂസ് ചെയ്യാൻ പറ്റുന്നത് 2-3 ഷീറ്റ് പേപ്പേഴ്സ്, അത് അവർ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ 2-3 ഷീറ്റ് പേപ്പേഴ്സ് മാത്രം യൂസ് ചെയ്യുക. കൂടാതെ ഒരു നോർമൽ കാൽക്കുലേറ്റർ, സയന്റിഫിക് കാൽക്കുലേറ്റർ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല, ഒരു നോർമൽ കാൽക്കുലേറ്റർ. നമ്മൾ ആദ്യമേ തന്നെ എക്സാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫേസ് അവർ റെക്കഗ്നൈസ് ചെയ്യും. അതിനുശേഷം നമ്മൾ മാറിയിട്ട് മറ്റൊരാൾ വന്നിരുന്നാലോ, അല്ലെങ്കിൽ നമ്മുടെ കണ്ണൊന്ന് താഴോട്ട് പോയാലോ, മുഖം താഴോട്ട് പോയാലോ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലോ പ്രോപ്പറായിട്ട് അവിടെ ഡിറ്റക്ട് ചെയ്യും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ എന്തൊക്കെയോ തരികിട പരിപാടികൾ കാണിക്കുന്നുണ്ട്, നിങ്ങളുടെ വാർണിംഗ് ആണ്, എക്സാമിൽ നിന്ന് കിക്ക് ഔട്ട് ചെയ്യുന്നു. ഫൗണ്ടേഷൻ എക്സാം അങ്ങനെയാണ് നടന്നത്. അപ്പോൾ അത്രത്തോളം സ്ട്രിക്റ്റ് ആയിരിക്കും, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ പാനിക് ആവേണ്ട കാര്യമൊന്നുമില്ല. COVID-19 ആണ്, ഫുൾ ഇൻഡസ്ട്രീസ്, നമ്മുടെ ലോകം മുഴുവൻ ഡിജിറ്റലിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ എക്സാമും ഡിജിറ്റലിലേക്ക് മാറിയേ പറ്റൂ. അത് എന്തായാലും നമ്മുടെ 6 മാസം നഷ്ടപ്പെട്ടു. ഇനി എന്തായാലും ഒരു വർഷം നഷ്ടപ്പെടുത്താൻ നമുക്ക് പറ്റത്തില്ല. ഈ എക്സാം ഒന്നെങ്കിലും നമുക്ക് എഴുതാം, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അറ്റംപ്റ്റ് ഒക്കെ സേവ് ആവും, പക്ഷേ നമ്മുടെ എത്ര നാളാണ് പോകുന്നത്? ജൂണിൽ എഴുതായിരുന്ന എക്സാം ജൂണിൽ എഴുതിയില്ല, ഡിസംബറിൽ എഴുതിയില്ല, ഇനി അടുത്ത ജൂണിൽ എഴുതാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരു വർഷം പോയി. കൂടാതെ ഇനി ജൂണിൽ ഇങ്ങനെ തന്നെ നടക്കുമെന്ന് ഉറപ്പുണ്ടോ? ഫിസിക്കലായിട്ട് എക്സാം നടക്കുമെന്ന് നമുക്കൊരു ഉറപ്പില്ല. അപ്പോൾ എന്തായാലും നോട്ടിഫിക്കേഷൻ വന്നു, നമ്മുടെ കയ്യിൽ കളയാൻ ഇനി എക്സ്ട്രാ ഒരു 6 മാസം ഇല്ല. അതുകൊണ്ട് നമ്മൾ എന്തായാലും എക്സാം എഴുതും. പക്ഷേ അതിന് എങ്ങനെയായിരിക്കും എന്നാണ് സംശയം. ഫൗണ്ടേഷൻ എക്സാം നടത്തിയ സമയത്ത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഏകദേശം 50ഓളം സെറ്റ് ഓഫ് മോക്ക് ടെസ്റ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. 50 സെറ്റ് ഓഫ് മോക്ക് ടെസ്റ്റ്. അത് നമ്മുടെ സെയിം ഇൻ്റർഫേസിൽ, നമ്മൾ എക്സാം എഴുതുന്ന അതേ ഇൻ്റർഫേസിൽ തന്നെ ആയിരുന്നു ആ മോക്ക് ടെസ്റ്റ്. അപ്പോൾ നമുക്ക് ആ 50ഓളം മോക്ക് ടെസ്റ്റുകളിൽ ആൻസർ ഇപ്പോൾ ചെയ്യുന്ന ഫൈനൽ എക്സാമിന് എഴുതുന്നത് പോലെ തന്നെ MCQസിൽ ടിക്ക് ചെയ്യാം. അതിനുശേഷം അതിൻ്റെ ആൻസേഴ്സ് അപ്പം തന്നെ വരും. നമുക്ക് ആൻസർ കീസ് വെച്ചിട്ട് നമ്മുടെ റിസൾട്ട് ഇവാലുവേറ്റ് ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മോക്ക് ടെസ്റ്റ് ഉടനെ എന്തായാലും നേരത്തെ കൂടി തന്നെ വരണം. പക്ഷേ നമ്മുടെ പ്രോബ്ലം പേപ്പേഴ്സിനെ പറ്റിയിട്ടാണ് എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ. ഒരു കാൽക്കുലേറ്ററിൽ മാത്രം ടൈപ്പ് ചെയ്തിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണോ നമ്മുടെ ക്വസ്റ്റ്യൻസ്? ഫൗണ്ടേഷൻ എക്സാം ഓക്കെ, പക്ഷേ എനിക്ക് ഉറപ്പില്ല. CA ഇൻസ്റ്റിറ്റ്യൂട്ടും CS-ൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടും അവർ ഇതുവരെ ഒരു നോട്ടിഫിക്കേഷൻ ഓൺലൈൻ എക്സാം ആണെന്നൊന്നും പറഞ്ഞിട്ടില്ല. CA ഇൻസ്റ്റിറ്റ്യൂട്ട് എക്സാം ഒന്നുകൂടി പോസ്റ്റ്പോൺ ചെയ്തു, കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് ഡിസംബറിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി എന്താണ് കാര്യങ്ങളൊന്നും ഒരു പിടിയുമില്ല. ഇനി വേറൊരു കാര്യം പറയാനെന്ന് പറഞ്ഞാൽ, നമ്മൾ എക്സാം എഴുതുന്ന സമയത്ത് നമ്മുടെ ഇൻ്റർനെറ്റ് കണക്ഷൻ അങ്ങ് സ്റ്റോപ്പായിപ്പോയി. നമ്മൾ മനഃപൂർവ്വം ചെയ്തതൊന്നും അല്ല, നാച്ചുറലി എങ്ങനെയോ സംഭവിച്ചാണ്. മനുഷ്യരുണ്ടാക്കി വെച്ചിരിക്കുന്നില്ലടാ ഇൻ്റർനെറ്റൊക്കെ, എപ്പോൾ വേണമെങ്കിലും അതിനകത്ത് എന്തെങ്കിലും ഫോൾട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എക്സാം എഴുതുന്ന സമയത്താണ് ഇതിന് എന്തെങ്കിലും ഫോൾട്ട് വന്നത്, നമ്മുടെ ഇൻ്റർനെറ്റ് കണക്ഷനും കട്ടായിപ്പോയി. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് 20 പേരെ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇൻവിജിലേറ്റർ ഉണ്ടെന്ന്. ആ ഇൻവിജിലേറ്ററെ നമുക്ക് ഫിസിക്കലി കോൾ ചെയ്യാൻ പറ്റും. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ സാറിനെ നമുക്ക് പ്രോപ്പറായിട്ട് കോൾ ചെയ്തിട്ട് ഇതാണ് എൻ്റെ പ്രശ്നങ്ങൾ, എനിക്ക് പറ്റുന്നില്ല എന്നുള്ള കാര്യങ്ങൾ അറിയിക്കാൻ പറ്റും. ഇനി നമ്മൾ ഇപ്പോൾ 50 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. 25ാമത്തെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തു, ഓക്കെ കൊടുത്തതിന് ശേഷമാണ് എൻ്റെ നെറ്റ് കണക്ഷൻ പോയത്. അങ്ങനെയാണെങ്കിൽ ആ 25ാമത്തെ ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമ്മുടെ ആൻസർ സേവ് ആകും. അതിനുശേഷം നെറ്റ് കണക്ഷൻ എന്തായാലും ഒരുപാട് സമയം എടുക്കില്ല. വന്നതിന് ശേഷം നമുക്ക് 26 മുതൽ കണ്ടിന്യൂ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഫൗണ്ടേഷൻ എക്സാമിന് ഉണ്ടായിരുന്നു. ഇനി ഫൗണ്ടേഷൻ എക്സാമിന് നടന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും അതുപോലുള്ള കാര്യങ്ങളെല്ലാം മെയിൽ ഐഡിയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ചില പിള്ളേരുടെ മെയിൽ ഐഡി ഇനാക്റ്റീവ് ആയിരുന്നു, അവർ യൂസ് ചെയ്യാത്ത മെയിൽ ഐഡി ആയിരുന്നു, അതൊക്കെ പോയി. അപ്പോൾ അവർക്ക് നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും വന്നില്ല, അവർക്ക് കറക്റ്റ് ടൈമിൽ എക്സാം എഴുതാൻ പറ്റില്ല. അവർക്ക് വേണ്ടിയിട്ട് വീണ്ടും ഒന്നും കൂടി ഫൗണ്ടേഷൻ എക്സാം നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങൾ ഇനി സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള പ്രിക്വേഷൻസ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്തായാലും ചെയ്യും. എന്തായാലും സ്റ്റുഡൻസിന് പറ്റുന്ന രീതിയിൽ, സ്റ്റുഡൻസിന് മാക്സിമം ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലായിരിക്കും എക്സാം നടത്തുക എന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്തായാലും നമ്മളെ ചതിക്കത്തില്ല. നമുക്ക് എന്തായാലും ഇനി മുമ്പോട്ട് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ആ കാര്യങ്ങൾ കണ്ടു തന്നെ അറിയാം. പിന്നെന്താ പറയാനുള്ളത്? ഒരുപാട് സംശയങ്ങൾ ചോദിച്ചു. നമുക്കിനി അറിയേണ്ട ഒരു കാര്യം, എന്തായാലും ഓൺലൈൻ എക്സാം ആണ്, അത് വീട്ടിലിരുന്ന് ചെയ്യാനാണെങ്കിൽ എന്തൊക്കെയാണ് റിക്വയർമെന്റ്സ്? എനിക്ക് തോന്നുന്നുള്ള റിക്വയർമെന്റ്സ് എന്തായാലും സ്മാർട്ട് ഫോണിൽ എക്സാം നടക്കുന്ന കാര്യം ഓർമ്മയില്ല. ഒരു കാര്യം പറയാൻ പറഞ്ഞേ, നമ്മൾ പറഞ്ഞില്ലേ ഇൻവിജിലേറ്റർ ഉണ്ടെന്ന്. നമ്മുടെ സറൗണ്ടിങ് എന്തെങ്കിലും സൗണ്ട് കേൾക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ നോട്ട്ബുക്ക് വെച്ച് എഴുതുന്നുണ്ടെന്നോ അങ്ങനെ എന്തെങ്കിലും മനസ്സിലാക്കുകയാണെങ്കിൽ അവർക്ക് പറയാൻ പറ്റും നിങ്ങളുടെ സറൗണ്ടിങ്സ് കാണിക്കാൻ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇരിക്കുന്ന റൂമിൻ്റെ 4 സൈഡ് നമ്മൾ കാണിക്കണം. കാണിച്ചിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രമേ എക്സാം ഇനി കണ്ടിന്യൂ ചെയ്യാൻ സമ്മതിക്കത്തുള്ളൂ. നമ്മുടെ ഫൗണ്ടേഷൻ എക്സാമിന് അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് നടന്നിട്ടുണ്ട്. ഒന്നൊന്നുമല്ല, എല്ലാവരോടും പറഞ്ഞിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ അങ്ങനെയാണ്. അപ്പോൾ
നമുക്ക് ഫ്രോഡൊന്നും കാണിക്കാൻ പറ്റത്തില്ല. എക്സാം എന്തായാലും ഓഫ്ലൈൻ നടക്കുന്നതിനേക്കാളും 100% സെക്യൂർഡ് ആയിരിക്കും. നമുക്ക് തരികിട പരിപാടികളൊന്നും കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഓൺലൈൻ ആണെങ്കിൽ സ്മാർട്ട് ഫോണിൽ നടക്കുമെന്ന് അറിയില്ല, PC-യിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് നല്ല കണക്ഷനുള്ള, എപ്പോഴും കട്ടായി ഒന്നും പോവാത്ത ഒരു നല്ല ഇന്റർനെറ്റ് കണക്ഷൻ വേണ്ടി വരും. അത്യാവശ്യം തരക്കേടില്ലാത്ത, ഹാങ് ഒന്നുമാത്ത ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പ്യൂട്ടർ വേണ്ടി വരും. ഇനി നമ്മുടെ ആപ്ലിക്കേഷനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ അതിൽ കയറിക്കഴിഞ്ഞാൽ നമ്മൾ എക്സാം ലോഗൗട്ട് ചെയ്യുമ്പോഴല്ലാതെ എക്സാം മതി ലീവ് ചെയ്യുകയാണെന്ന് ഉള്ള കമാൻഡ് കൊടുക്കുന്നതിന് മുമ്പ് വേറൊരു ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്യാനോ വേറൊരു വിൻഡോ നമുക്ക് മിനിമൈസ് ചെയ്തിടാനോ അങ്ങനെ ഒരു പരിപാടികളും നടക്കില്ല. ആ ആപ്ലിക്കേഷൻ മാത്രം, നമ്മുടെ എക്സാം സ്ക്രീൻ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റൂ. വേറെ ഒരു പരിപാടി അവിടെ കമ്പ്യൂട്ടറിൽ എന്തായാലും നടക്കില്ല. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ വാച്ച് ചെയ്യാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ട്. അവിടെ നമുക്ക് തരികിട പരിപാടികളൊന്നും പറയില്ല. ഞാൻ അമ്മയോട് വെള്ളം ചോദിച്ചതാണ്, പെൻസിൽ തറയണത് എടുത്തതാണെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോഴേ നമ്മൾ കിക്കൗട്ട് ആവും. പിന്നെ നമ്മളെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു സാറും ഇരിപ്പുണ്ട്. എക്സാം സെന്ററിൽ പോയിട്ട് എഴുതുകയാണെങ്കിൽ വേറെ പ്രശ്നമൊന്നുമില്ല, നമുക്ക് നേരിട്ട് സെന്ററിൽ പോയി എഴുതിയാൽ മതി. ബാക്കി റിക്വയർമെന്റ്സ് എല്ലാം അവർ ചെയ്തോളും. അപ്പോൾ ഇനി നമുക്ക് അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ 100% MCQ ആണോ? MCQ ആണെങ്കിൽ തന്നെ അത് എങ്ങനെയായിരിക്കും, അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഉടനെ തന്നെ വേണം. മോക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എത്രയും ആസ് സൂൺ ആസ് പോസിബിൾ നമുക്കത് അവൈലബിൾ ആക്കാൻ വേണ്ടി നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ശ്രമിക്കണമെന്ന് ഞാൻ പറയുകയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. നമുക്ക് എന്തായാലും 6 മാസം കളയാനില്ല. നിങ്ങൾ എന്തായാലും പഠിച്ചു തുടങ്ങുക. നമുക്ക് മാക്സിമം ഈ ഡിസംബറിൽ തന്നെ പാസ്സാവണം, അതിന് ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും. അപ്പോൾ നമുക്കിനി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ MCQ സെറ്റിൻ്റെ ഓൺലൈനായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്കൊരു ടെസ്റ്റ് പേപ്പേഴ്സ്, ഒരു മോക്ക് ടെസ്റ്റ് നമ്മുടെ ചാനലിലൂടെ ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കാം. ഞാനത് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പറ്റുമെങ്കിൽ ഉടനെ തന്നെ 1-2 ആഴ്ചയ്ക്ക് ഉള്ളിൽ തന്നെ ആ മോക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് മാക്സിമം ശ്രമിക്കാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. എന്തൊക്കെ ഇൻഫർമേഷൻസ് കിട്ടിയാലും, ഒരു ചെറിയ ഇൻഫർമേഷൻ ആണെങ്കിലും അത് റെലവൻ്റ് ആണെങ്കിലും ഉറപ്പായിട്ട് ഞാൻ ഈ ചാനലിലൂടെ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, പോസിറ്റീവായിട്ടിരിക്കുക, ഒരിക്കലും ഹോപ്പ് ലൂസ് ചെയ്യാതിരിക്കുക, മാക്സിമം കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.